ഗുജറാത്തിലെ രാജ്കോട്ടിലെ ഗെയിം സോണിലുണ്ടായ വൻ തീപിടുത്തത്തിൽ മരണസംഖ്യ 32 ഇതിൽ 12 പേർ കുട്ടികളാണ്. മൃതദേഹങ്ങൾ തിരിച്ചറിയാൻ കഴിയാത്ത അവസ്ഥയിലായതിനാൽ DNA പരിശോധനയ്ക്കായി സാമ്പിളുകൾ ഗാന്ധിനഗറിലെ ഫോറൻസിക് സർവകലാശാലയിലേക്ക് കൊണ്ടുപോകും. വൻതോതിൽ പെട്രോളും ഡീസലും സംഭരിച്ചതാണ് ദുരന്തത്തിന്റെ വ്യാപ്തി കൂട്ടിയത്. രാജ്കോട്ട് സിവിൽ ഹോസ്പിറ്റലിൽ നിന്ന് ശ്രീനാഥ് ചന്ദ്രൻ ചേരുന്നുണ്ട്. ശ്രീനാഥ്, ഈ ആശുപത്രിയിൽ നിന്നുള്ള വിവരങ്ങൾ, ഏറ്റവും പുതുതായി ലഭിക്കുന്ന വിവരങ്ങൾ എന്താണ്? ഇതിൽ അന്വേഷണം അങ്ങനെയുള്ള മറ്റു കാര്യങ്ങൾ തുടങ്ങിയോ? സ്മിത, ഞാനിപ്പോൾ ആശുപത്രിയിൽ നിന്ന് വീണ്ടും ഒരിക്കൽ കൂടി ദുരന്ത ഭൂമിയിലേക്ക് എത്തി. അതിനുള്ള കാരണം NDRFിൻ്റെ തെരച്ചിൽ കൂടി ഈ മേഖലയിൽ തുടങ്ങി എന്നതുകൊണ്ടാണ്. NDRF ഈ നായ്ക്കളെ എത്തിച്ചുകൊണ്ട് ഈ പരിശോധന നടത്തുന്നു. മണം പിടിക്കുന്ന നായ്ക്കളെ എത്തിച്ചുകൊണ്ടുള്ള പരിശോധനയാണ് ഇപ്പോൾ ഈ ദുരന്ത ഭൂമിയിൽ നിന്ന് നടക്കുന്നത്. ഏതാണ്ട് വലിയ അവശിഷ്ടങ്ങൾ പൂർണ്ണമായി മാറ്റാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. ഏതായാലും ഇപ്പോൾ NDRF കൂടി എത്തി അവരുടെ ഭാഗത്തു നിന്നുള്ള തെരച്ചിൽ നടത്തുന്നു. അവശിഷ്ടങ്ങൾക്കടിയിൽ മണ്ണ് കാര്യമായി നീക്കിയുള്ള തെരച്ചിലടക്കം നടക്കുന്നുമുണ്ട്. അങ്ങനെ ആ തരത്തിൽ രക്ഷാദൗത്യം ഉച്ചയ്ക്ക് ശേഷം കുറച്ചുകൂടി വളരെ വേഗത്തിൽ മുന്നോട്ട് പോവുകയാണ്. ഇപ്പോൾ ദൃശ്യങ്ങൾ കാണാം. ഒരു വശത്ത് കാര്യമായ അവശിഷ്ടങ്ങൾ മാറ്റിയുള്ള തെരച്ചിൽ നടക്കുന്നു. ചില സംശയങ്ങളെ തുടർന്നാണ് ആ മേഖലയിൽ ഇനിയും ആരെങ്കിലും ഉണ്ടാകാനുള്ള സാധ്യത മുന്നിൽ കണ്ടാണ് ആ മേഖലയിൽ തെരച്ചിൽ നടക്കുകയും ചെയ്യുന്നത്. ഏതായാലും നേരത്തെ സൂചിപ്പിച്ചതുപോലെ 32 പേരുടെ എണ്ണമാണ് ഈ മരണസംഖ്യയുമായി ബന്ധപ്പെട്ട് ലഭിക്കുന്നത്. പക്ഷേ ഔദ്യോഗികമായി ഇതുമായി ബന്ധപ്പെട്ട് പരിക്കേറ്റവരുടെ എണ്ണം, മരിച്ചവരുടെ എണ്ണം ഇതൊന്നും തന്നെ ഔദ്യോഗികമായി നൽകാൻ സർക്കാർ ഇപ്പോഴും തയ്യാറല്ല. സിവിൽ ആശുപത്രിയിലായിരുന്നു മൃതദേഹങ്ങൾ എത്തിച്ചത്. ഇപ്പോൾ അവിടെ പറയുന്നത് എയിംസിലേക്ക് മൃതദേഹങ്ങൾ മാറ്റി എന്നതാണ്. അതേക്കുറിച്ച് അവിടെയുള്ള ആളുകൾക്ക് പോലും കൃത്യമായൊരു വ്യക്തത ഇല്ല. 3 പേർ ഇപ്പോൾ അവിടെ ചികിത്സയിലുണ്ട് എന്നതാണ് അവിടെ നേരിട്ട് പോയി അന്വേഷിച്ചപ്പോൾ അവിടെയുള്ള ചില ജീവനക്കാർ നമ്മളോട് പറയുന്നത്. അതിനപ്പുറത്തേക്ക് ഔദ്യോഗികമായി ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ നൽകാൻ സർക്കാർ ഇപ്പോഴും തയ്യാറല്ല. ഏതായാലും ഒരു പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിച്ചുകൊണ്ട് ഈ ദുരന്തത്തിന് പിന്നിലെ കാരണങ്ങളെക്കുറിച്ചുള്ള അന്വേഷണങ്ങൾ നടക്കുന്നുണ്ട്. ഈ സ്ഥാപന ഉടമയടക്കമുള്ള ആളുകൾ അനധികൃതമായി യാതൊരു തരത്തിലുള്ള അനുവാദവുമില്ലാതെ നിയമലംഘനം നടത്തിക്കൊണ്ടൊരു സ്ഥാപനം കഴിഞ്ഞ 3 വർഷക്കാലത്തോളം ഇവിടെ പ്രവർത്തിച്ചതിനെക്കുറിച്ചുള്ള അന്വേഷണം ഒരു വശത്ത് നടക്കുന്നു. മുഖ്യമന്ത്രി ഭൂപേന്ദ്ര പട്ടേൽ ഇന്ന് രാവിലെ ഇവിടെ എത്തി കാര്യങ്ങളെ നേരിട്ട് വിലയിരുത്തുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഏതായാലും NDRF കൂടി അല്പം വൈകിയാണെങ്കിലും ഇപ്പോൾ NDRF കൂടി സ്ഥലത്ത് എത്തി ഈ രക്ഷാദൗത്യത്തിൽ പങ്കാളികളാവുകയാണ്. സ്മിത, ശരി. രാജ്കോട്ട് അപകടത്തിൽ മരണം 32 കൂടുതൽ അന്വേഷണം തുടങ്ങുമെന്ന് ഇപ്പോൾ ശ്രീനാഥ് ചന്ദ്രൻ രാജ്കോട്ട് സിവിൽ ഹോസ്പിറ്റലിലും ഈ സംഭവ സ്ഥലത്തു നിന്നും കൂടുതൽ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുകയായിരുന്നു. വിധി ദിനത്തിൽ 24 മാജിക് ജൂൺ 4 ചൊവ്വാഴ്ച രാവിലെ 5 മണി മുതൽ 24-ൽ.